ഒരു ചെറിയ പരിപാടി ഉണ്ട്. അവിടെ പോകേണ്ട തയ്യാറെടുപ്പിലാണ് അമ്മയും മോളും. എന്നെ കാണൂല കേട്ടോ, ഞാനന്ന് വീഡിയോ എടുക്കുന്നില്ലേ. അങ്ങനെ അമ്മ മോൾക്ക് കണ്ണല്ല പിരിക എഴുതി കൊടുക്കുകയാണ്. എൻ്റെ മോള് നല്ലതിൽ എഴുതാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പരിപാടിയാണ്, അതെന്തെന്ന് ഞാൻ വയ്യെ പറയാം. അങ്ങനെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. വണ്ടി എടുത്തിട്ട് പോയി നമ്മൾ റോഡ് കയറിയിരിക്കുന്നു. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതാണ് നമ്മൾ ബസ് വെയിറ്റിംഗ് ഷെഡ് ചെക്കുവേര നഗർ. അപ്പം ഞാനിങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ ഞാൻ സ്ഥിരമായി അധികം പോകാറുള്ള മുത്തപ്പൻ്റെ അമ്പലമുണ്ട്. അവിടെ എത്തുമ്പോൾ എൻ്റെ മനസ്സൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കുഞ്ഞും ഭാര്യയും അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയതാ. എൻ്റെ മോള് എൻ്റെ അടുത്ത് വന്ന് കൈ പിടിച്ചിട്ട് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ മുത്തപ്പനോട് പറയാനുള്ളത് പറഞ്ഞ് കുറി വലിച്ച് ഞാൻ ആമയും വണ്ടിയെടുത്തു. ഇവിടെ സ്റ്റോപ്പായത് പറഞ്ഞില്ല, വീഡിയോ എടുക്കുന്ന ആളൊക്കെ വണ്ടിയിൽ കയറ്റട്ടെ. അങ്ങനെ നമ്മൾ പോകാമെന്ന് വെള്ളിക്കോത്താണ് പരിപാടി. ഇപ്പോൾ പടിഞ്ഞാറക്കര നമ്മളെ കൊടിമരെല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോയി. ഇവിടെയാണ് പരിപാടി. വെള്ളിക്കോത്ത് ഗവൺമെൻറ് സ്കൂളിലാണ് പരിപാടി. ഞാനും കുഞ്ഞും പരിപാടി എടുത്ത് പോയി. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും പരിപാടി തുടങ്ങിയിരുന്നു. ഉദ്ഘാടനമായിട്ട് നടന്നിരുന്നത് വേറൊന്നുമല്ല, കർഷക ദിനത്തിൽ കേരള സർക്കാർ കർഷക ദിനത്തോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ആദരിക്കൽ ചടങ്ങാണ്. ഇതാണ് എൻ്റെ അച്ഛന് ആദരിക്കലുണ്ടായിന്. അത് കണ്ടിട്ട് എൻ്റെ മോള് നല്ല കൈയടിക്കുന്ന അച്ഛനെ സ്റ്റേജിൽ കണ്ടിട്ട്. എന്തിനാദരിക്കലെന്ന് വെച്ചാൽ കർഷകർ ആദരിക്കൽ ചടങ്ങാണ്. എൻ്റെ അച്ഛൻ ആദരിച്ചത് വർഷങ്ങളായി തെങ്ങുകയറ്റ തൊഴിലാളി എന്ന രീതിയിൽ, മികച്ച തെങ്ങുകയറ്റ തൊഴിലാളി എന്ന രീതിയിലാണ്. ഈ അവാർഡ് വാങ്ങിക്കുമ്പോൾ എനിക്കൊരു പ്രൗഡായിരുന്നു. എൻ്റെ മോള് കൈയടിച്ചുകൊണ്ടേയിരിക്കുന്ന അച്ഛനെ കണ്ടിട്ട്. അച്ഛൻ ആ അവാർഡ് വാങ്ങിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒരു കൊച്ചുകുട്ടിക്ക് ഒരു കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവാർഡ് കിട്ടിയ ആദരിച്ച എല്ലാവരും സ്റ്റേജിലിരുത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയി നൈസായിട്ട് ഞാനൊരു വീഡിയോ